വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ദളപതി 69 പൂജ ചെന്നൈയിൽ നടന്നു. എച്ച് വിനോദാണ് ദളപതി 69 സംവിധാനം ചെയ്യുന്നത്. മലയാളത്തിൽ നിന്നും മമിത ബൈജുവും നരനും പ്രിയാമണിയും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ബോബി ഡിയോളാണ് വില്ലൻ വേഷത്തിൽ. നായികയായി പൂജ ഹെഡ്ഗെ എത്തുന്നു. ഗൗതം മേനോൻ, പ്രകാശ് എന്നിവരാണ് മറ്റു താരങ്ങൾ. വെങ്കട് കെ നാരായണാണ് KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് NKയുമാണ് നിർമ്മാണം. അനിൽ രവിചന്ദ്രനാണ് സംഗീതം നിർവഹിക്കുന്നത്. ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രം 2025 ഒക്ടോബറിൽ തിയേറ്ററിൽ എത്തിക്കും. സോഷ്യൽ മീഡിയയുടെ സ്വന്തം കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണ ഇനി ഡോക്ടർ ലാസർ ആഷിഖ് അബുവിന്റെ പുതിയ ചിത്രമായ റൈഫിൾ ക്ലബ്ബ് ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നു. 2 പതിറ്റാണ്ടിലേറെ സിനിമാ ലോകത്തുള്ള താരമാണ് സുരേഷ് കൃഷ്ണ. ഒട്ടേറെ സിനിമകളിൽ വില്ലനായും ക്യാരക്ടർ റോളുകളും താരം എത്തിയിട്ടുണ്ട്. അനേകം സിനിമകളിൽ ഉറ്റ സുഹൃത്തിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് പറ്റിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് സമാനത കണ്ടെത്തിയാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചിലർ സുരേഷ് കൃഷ്ണയെ ദ കൺവിൻസിംഗ് സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത്. ഡോക്ടർ ലാസറും കൺവിൻസിംഗ് കഥാപാത്രമായിരിക്കുമോ എന്നാണ് പോസ്റ്ററിനായി പലരും ഉന്നയിച്ചിരിക്കുന്ന സംശയം. ബോളിവുഡ് സംവിധായകനും അഭിനേതാവുമായ അനുരാഗ് കശ്യപും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്.